BLM കേരള തമിഴ്നാട് പോണ്ടിച്ചേരി. കഴിഞ്ഞ ദിവസം 15-ാം തീയതി കരുവാരക്കുണ്ട് പോലീസ് സ്റ്റേഷൻ വരികയും ഒരു മിസ്സിംഗ് ഇൻഫർമേഷനായിട്ട് പെൺകുട്ടിയുടെ മിസ്സിംഗ് ആയിട്ട് രജിസ്റ്റർ ചെയ്ത കേരള പോലീസ് ആക്ട് 57 പ്രകാരം എടുത്ത ക്രൈമിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ അതിൽ നിന്ന് വെളിവായിരുന്നത് ഈ കുട്ടി കൊലപാതകം ചെയ്യപ്പെട്ടു എന്നുള്ളൊരു ഇൻഫർമേഷനാണ് മനസ്സിലാകുന്നത്. നമ്മൾ ഓൾറെഡി അറിഞ്ഞതാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ ഒരു ആൺ സുഹൃത്തുണ്ട്, 18 വയസ്സിൽ താഴെയുള്ള ഒരു ആൺ സുഹൃത്താണ് ഈ കൃത്യം ചെയ്തതായിട്ട് നിലവിൽ മനസ്സിലാക്കുന്നത്. അതിൻ്റെ കൺഫെഷൻ്റും മറ്റും അടിസ്ഥാനത്തിലും കുട്ടിയുടെ മൃതശരീരം, മരണപ്പെട്ട കുട്ടിയുടെ മൃതശരീരം നമ്മളിതിൽ റിക്കവർ ചെയ്തിരുന്നു. വണ്ടൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിലാണ് നടന്നത്. അതിനുശേഷമുള്ള ഇൻക്വസ്റ്റ് നടപടിക്രമങ്ങൾ കഴിഞ്ഞു. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നതാണ്. നിലവിൽ ഉള്ള റെഗുലേഷൻസ് പ്രകാരം ഈ കുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഇതേ പ്രതി തന്നെ ആ ഒഫൻസ് കൂടി നടത്തിയതായിട്ടുള്ളതാണ് നിലവിൽ മനസ്സിലായിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ കൺഫർമേഷൻ, അതിൻ്റെ കൂടുതലായിട്ടുള്ള തെളിവുകളെല്ലാം തന്നെ ഇന്ന് പോസ്റ്റ്മോർട്ടത്തിൻ്റെ ഭാഗമായിട്ട് ശേഖരിക്കുന്നതായിരിക്കും. ഈ പ്രതി അഥവാ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ ബേസിസിൽ കുട്ടിയെ ഇന്നലെ നമ്മൾ അപ്രിഹെൻഡ് ചെയ്തിട്ടുണ്ട്. അപ്രിഹെൻഷൻ എന്ന് പറയുന്നത് നമ്മൾ അറസ്റ്റ് എന്നല്ല ഈ ടേം ഉപയോഗിക്കുന്നത്, അതിന് അപ്രിഹെൻഷൻ പ്രൊസീജിയർ എന്നാണ് പറയുന്നത്. അതിനുശേഷം ഇന്ന് രാവിലെ കുട്ടിയെ നമ്മൾ ബന്ധപ്പെട്ട ചൈൽഡ് കോർട്ടിൽ ഹാജരാക്കിയിട്ടുണ്ട്. നിലവിൽ വെളിമാട് ജുവനൈൽ ഹോമിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇത്രയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിലവിൽ വന്നിരിക്കുന്ന ഫാക്ട്സ്. അതൊന്ന് ക്ലോസ് ഷെയർ ചെയ്യാനായിട്ടാണ്. നിലവിലത്തെ അന്വേഷണത്തിനകത്ത് നമുക്ക് മറ്റൊരാൾക്ക് പങ്കുള്ളതായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞിട്ടില്ല. പക്ഷേ വിശദമായിട്ടുള്ള അന്വേഷണം, ഈ കുട്ടികളുടെ മൂവ്മെൻറ്റ് വിവിധ ബസ്സുകളിലെല്ലാം കയറിയിട്ടാണ് ഈ പറഞ്ഞ കരുവാരക്കുണ്ടിൽ നിന്ന് വണ്ടൂർ വരേക്ക് എത്തിയെന്നുള്ള പറയുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം CCTV വിഷ്വൽസ് അടക്കം ഇന്നിപ്പോൾ എൻ്റെ ടീം DSP പെരിന്തൽമണ്ണയുടെ നേതൃത്വത്തിലുള്ള സ്പെഷ്യൽ ടീമാണ് അന്വേഷിക്കുന്നത്, ഡാൻസ് ഓഫ് അംഗങ്ങൾ ഉൾപ്പെടെ. അപ്പോൾ അവർ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഏതെങ്കിലും രീതിയിലൊരു തേർഡ് പേഴ്സൺ ഇതിലുണ്ടായിരുന്നു എന്നുള്ളത് വിശദമായിട്ട് തന്നെ നമ്മൾ അന്വേഷിക്കുന്നുണ്ട്. ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ നിയമമായി പൊരുത്തപ്പെടാത്ത കുട്ടി, അവൻ്റെ മൊബൈൽ ഫോൺ നമ്മൾ വിശദമായി പരിശോധിക്കുന്നുണ്ട്. CDR കളക്ട് ചെയ്ത് അത് പ്രകാരമുള്ള അന്വേഷണം, ആ സമയത്ത് അവർ വിളിച്ചിരുന്നതും അവനെ വിളിച്ചിരുന്നതായിട്ടുള്ള ആളുകളെല്ലാം നമ്മൾ വെരിഫൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ ഈ മൊമെൻ്റ് വരേക്കും നമുക്ക് മറ്റൊരു ഇൻ്റർവെൻഷൻ ഉള്ളതായിട്ട് അറിയാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ അത് തീർച്ചയായിട്ടും വിശദമായിട്ട് തന്നെ പരിശോധിക്കും. ഇപ്പം നിലവിൽ മനസ്സിലായിരിക്കുന്നത് വെച്ചിട്ട് അയാളുടെ ഫോണിൽ തന്നെയാണ് ഈ പെൺകുട്ടി അമ്മയെ തലേ ദിവസം വിളിച്ചതായിട്ട് അറിയാം. പ്രണയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളൊരു അസ്വാരസ്യമാണ് നമുക്ക് പ്രാഥമികമായിട്ട് മനസ്സിലാവുന്നത്. പക്ഷെ എന്നിരിക്കലും മോട്ടീവ് എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ടതുണ്ട്. പിന്നെ നമ്മളുടെയും പരിമിതികൾ, കുട്ടിയായതുകൊണ്ട് തന്നെയുള്ള ക്വസ്റ്റ്യനിങ്ങിൻ്റെ പരിമിതികളെല്ലാം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും കൂടുതലായിട്ട് അന്വേഷിക്കേണ്ടതുണ്ട്. അതിനകത്തേക്ക് വേറെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു മോട്ടീവ് അതിനകത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് പ്രാഥമികമായിട്ട് ഈ പറഞ്ഞ കാര്യം തന്നെ മനസ്സിലാവും. ഇന്നിപ്പോൾ പോസ്റ്റ്മോർട്ടം നടക്കുന്നേ ഉള്ളൂ. എന്തെങ്കിലും അങ്ങനെ ഒരു ഇൻഫർമേഷൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു. മെഡിക്കൽ പരിശോധനയിൽ നിലവിൽ അങ്ങനെ വെളിവായിട്ട് കാണുന്നില്ല. തീർച്ചയായിട്ടും ആ ആംഗിളും കൂടി നമ്മൾ പരിശോധിക്കും. അതെ, ആ ഒരു രീതിയിൽ ഒരു മറ്റൊരു അഫയറിൻ്റെ കാര്യം എന്നൊക്കെ ഉള്ളതാണ് ഈ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ നമ്മളോടൊപ്പം പറയുന്നത്. പക്ഷേ അത് തീർച്ചയായിട്ടും ഇനി ടു കൊറോബറേറ്റ്, അതിനകത്ത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ വലിയ രീതിയിൽ തന്നെ നമ്മൾ നടത്തേണ്ടതുണ്ട്. ഈ പറയുന്ന മറ്റൊരു സ്ഥലത്ത് കൊണ്ടുവന്നിട്ടാകുന്ന സാഹചര്യം ഇപ്പം നമ്മൾ സംശയിക്കുന്നില്ല. അതൊന്നും ഇൻക്വസ്റ്റിൽ നമുക്കൊന്നും തന്നെ ഓൾമോസ്റ്റ് എല്ലാം ഇൻടാക്റ്റ് ആയിട്ട് തന്നെ മനസ്സിലായിരുന്നു. ഇനി അതെല്ലാം അഗെയിൻ ഫാമിലി വി നീഡ് ടു റോപ്പിംഗ്. ഇന്നലെ നമുക്കിതൊന്നും ക്രോസ് ചെക്ക് ചെയ്യാനോ വെരിഫൈ ചെയ്യിപ്പിക്കാനോ കഴിഞ്ഞിട്ടില്ല. ഇന്നിപ്പോൾ SIT ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവർ ഇല്ല. പരാതികളുടെ കാര്യം നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കും. സ്കൂളിൽ പോകാറില്ല ഈ ആൺകുട്ടി
ഇപ്പോൾ കുറേ കാലമായിട്ട് പ്ലസ് വണ്ണിൽ അങ്ങനെ ഒരു അധികൃതരെ വണ്ടി വിശദീകരിച്ചിട്ടുണ്ടോ? നമ്മൾ അതിലേക്ക് ആക്ച്വലി ഡെപ്തിൽ പോയിട്ടില്ല. തീർച്ചയായിട്ടും ഈ ഒരു പോയിന്റ് കൂടി നമ്മൾ അന്വേഷിക്കും. കുട്ടി ആക്ച്വലി സർ, ഇയാൾ കൂട്ടിക്കൊണ്ട് പോകുന്നത് ഈ കാര്യം സംസാരിക്കാൻ തന്നെയാണോ? അങ്ങനെ എന്തെങ്കിലും മൊഴിയാണല്ലോ? അതായത് നേരത്തെ തന്നെ ഇപ്പോൾ സംശയം ഉണ്ടാവുകയോ നേരത്തെ ഈ കാര്യങ്ങൾ അവർ സംസാരിക്കാൻ ചെയ്തിട്ടുണ്ടോ? കൂട്ടിക്കൊണ്ടുവന്നത് നമുക്ക് കോൺഫർമേഷൻ ഉണ്ട്. റിവീൽ ചെയ്യാൻ കോർപ്പറേറ്റ് ചെയ്യാൻ നമുക്ക് റിവീൽ ചെയ്യാനായിട്ട് കഴിയും. ബിക്കോസ് ഇപ്പോഴുള്ള രീതിയിൽ നമുക്ക് ആകെയുള്ള ഇൻഫർമേഷൻ ഈ പ്രതി അല്ലെങ്കിൽ കുറ്റവാളി പറയുന്ന ഒരു മാറ്റർ. അതിൻ്റെ അപ്പുറത്തേക്ക് ഒരു ഡീറ്റെയിൽ നമ്മൾ കോർപ്പറേറ്റ് ചെയ്ത് പറയാനും പറ്റത്തില്ല. ഇതിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം അറിയാവുന്ന പോലെ കുട്ടി ഒഫൻസിലാണെന്നുണ്ടെങ്കിൽ രണ്ട് രീതിയിലാണ് വരുന്നത്. മുകളിൽ ശിക്ഷ ലഭിക്കാത്ത കേസുകളിലെല്ലാം എഫ്ഐആർ നടത്താനായിട്ട് കഴിയില്ല. വരുന്നത് ഇതിന് മറ്റു നടപടികൾ, ട്രയൽ നടപടികൾ അടക്കമുള്ളതാണ്. അപ്പോൾ പറയുന്നത് നടത്തുകയാണ്. കുട്ടിയെ ഈ കുറ്റകൃത്യം ആയിട്ടാണോ എന്നുള്ള രീതിയിലും ട്രീറ്റ് ചെയ്യുന്നുണ്ടാണോ ചെയ്യുന്നത്. അപ്പോൾ അസസ്മെന്റ് വിൽ ടേക്ക് സം ടൈം. നമ്മുടെ നാഷണൽ പോർട്ടലിന് ശേഷം അസസ്മെന്റിന് ശേഷം അതിനുശേഷം കുട്ടി പോലീസിൽ ഒരു പരാതി വന്നതായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. രണ്ടുപേരും സ്കൂൾ വിദ്യാഭ്യാസത്തിൽ തന്നെ നിൽക്കുന്നതാണ്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ വീട്ടുകാർക്ക് അത് അറിയാമായിരുന്നു എന്നുള്ള ഇൻഫർമേഷനും അറിയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ടീം ഇവരുടെ എല്ലാവരുടെയും സ്റ്റേറ്റ്മെൻറ്റ്സ് പിന്നല്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം പരിമിതികളുണ്ടായിരുന്നു. ഇറ്റ്സ് ബീൻ ജസ്റ്റ് 24 hours. അവരുടെ ഷോപ്പിൽ നിന്ന് കുട്ടിയുടെ പേരൻസിനെയൊക്കെ നമുക്ക് സമാധാനമായിട്ട് അവരോട് റിക്കളക്ട് ചെയ്യിപ്പിക്കുന്ന ലെവലിലേക്കുള്ള ഇൻവെസ്റ്റിഗേഷൻ എത്തിക്കുന്നേ ഉള്ളൂ. ഇന്ന് അതിൻ്റെ പ്രൊസീജിയറിലേക്ക് കടന്നു. ബേസിക് പ്രൊസീജിയേഴ്സ് എല്ലാം ഇന്ന് ഉച്ചയോടുകൂടി പോസ്റ്റ്മോർട്ടം കഴിയുന്നതോടുകൂടി കഴിയും. അതിനുശേഷം ഞങ്ങൾ ഡെപ്തിൽ നോക്കും. ഏതെങ്കിലും രീതിയിലുള്ളൊരു മറ്റൊരു സംഭവം ഉണ്ടെങ്കിൽ ഇപ്പോൾ നിലവിൽ എൻ്റെ കയ്യിലുള്ള കാര്യങ്ങൾ വെച്ചിട്ട് അന്നത്തെ പകല് അവർ യാത്ര ചെയ്ത് ഇന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഏകദേശം ഉച്ചയ്ക്ക് ശേഷം 4 മണി 3 മണിയോടുകൂടി അവിടെ എത്തി എന്നുള്ളതാണ് നിലവിലുള്ള തെളിവുകൾ വെച്ചിട്ടല്ല, മൊഴികൾ വെച്ചിട്ട് നമുക്ക് മനസ്സിലാകുന്നത്. അതിൻ്റെ ഇടയിൽ ഇവർ എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തതെന്നുള്ളത് ഇപ്പോൾ നമ്മുടെ കയ്യിൽ തേർഡ് പേഴ്സൺ അതിൽ ഇല്ലാത്തത് കൊണ്ട് പ്രതി അല്ലെങ്കിൽ ചൈൽഡ് ഇൻ കോൺഫ്ലിക്റ്റ് വിത്ത് ലോ പറയുന്നതേ നമുക്ക് പറയാനായിട്ട് കഴിയുള്ളൂ. ആയതുകൊണ്ട് തന്നെ ഒന്നുകൂടി അത് കൊറോബറേറ്റ് ചെയ്യേണ്ടതുണ്ട്. ഇത് വീണ്ടും ഒന്ന് CDR വെച്ചിട്ട് നമുക്ക് പരിശോധിക്കാനായിട്ടാണ് ഇന്നലെ ഇൻസ്ട്രക്ഷൻ കൊടുത്തിരിക്കുന്നത്. അവിടെയും റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഇവരെ കണ്ടതായിട്ട് പറയുന്ന വ്യക്തികൾ ഉണ്ട്. പക്ഷെ ഇത് മുന്നേ ഇത് ഈ രീതിയിൽ കണ്ടിട്ടുണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കേണ്ടിയിരിക്കും. കുട്ടി യൂണിഫോമിലായിരുന്നില്ല പോയിരുന്നെന്നുള്ളത് പറയണം. അപ്പോൾ ഈ CCTV വിഷ്വൽസ് കളക്ട് ചെയ്തതിന് ശേഷം മേ ബി വിൽ ഹാവ് എ ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് ഓഫ് എങ്ങനെയായിരുന്നു പോയിരുന്നത്. മുൻ പരാതികളുടെ അടിസ്ഥാനത്തിൽ നൽകിയ സംശയങ്ങളാണോ അതോ ശാസ്ത്രീയമായിട്ടുള്ള ഇല്ല, കുട്ടി ഇയാളുടെ കൂടെ ആയിരിക്കാമെന്നുള്ളൊരു ഈ ഇൻഫർമേഷൻ ഓൾറെഡി ഫാമിലിക്ക് അറിയാവുന്ന ഒരു കാര്യം കൂടി ആയിരുന്നു. സ്വാഭാവിക ആദ്യത്തെ ചോദ്യം അപ്പോൾ ഈ തലേദിവസം ഞാൻ കണ്ടിരുന്നു എന്നുള്ളൊരു കാര്യം ഫസ്റ്റ് ഇതിൽ തന്നെ റിവീൽ ചെയ്തു. ഫർദറായിട്ട് പിന്നുള്ള ചോദ്യം ചെയ്തിട്ടുണ്ട്. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.